ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെയർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ ഇവിടെ നന്നായിട്ട് കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു 2-3 ക്ലോത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ പേപ്പർ വെച്ചിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഇപ്പോൾ നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. ഞാനിതൊരു 2 ദിവസം മുൻപേ, 2 ദിവസമല്ല 3-4 ദിവസം മുൻപേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മളിത് തുറക്കാൻ വേണ്ടിയിട്ട് പോവാനേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇത് വേറെ ഒന്നല്ല, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള പുട്ടുകുറ്റിൻ്റെ അകത്ത് സോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്, കണ്ടോ? ഞാൻ മോൾഡിൽ ഒഴിക്കുന്നതിന് പകരം ഈ ഒരു പുട്ടുകുറ്റിയിൽ നമ്മുടെ സോപ്പിൻ്റെ ബാറ്ററി സെറ്റാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ റെഡി ആവാനുള്ള ചാൻസ് കുറവാണ്. ശരിയാണ്, ഒന്നാമത്തത് സ്റ്റീലിൻ്റേതാണല്ലോ, അപ്പോൾ അത് കാരണം സെറ്റാവാൻ പാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ടെൻഷൻ എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ മേലെ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മോൾഡല്ല, നമ്മുടെ കുറ്റിയുടെ സൈഡിലുള്ളതൊക്കെ സോപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സൈഡിലൊക്കെ വിട്ടു, പക്ഷേ അടിഭാഗത്തും അതേപോലെ തന്നെ എൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് ഇപ്പം നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെൻഷനായിരുന്നു. വളരെയധികം സ്ട്രോങ് ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ്. അപ്പോൾ ഞാൻ കുറേ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് നോക്കി, പക്ഷേ വരുന്നില്ല. ഞാൻ വിരൽ വെച്ചിട്ട് കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് അടിഭാഗത്തുനിന്ന് ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യാൻ നോക്കിയിട്ട് സംഭവം വരുന്നില്ല. എന്നെ വീട്ടിലെല്ലാവരും കളിയാക്കി. അങ്ങനെ ഞാൻ നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്ന മറ്റേ ചപ്പാത്തി കോലില്ല, അത് വെച്ചിട്ട് ഞാൻ ബാക്കിൽ പ്രസ് ചെയ്ത് നോക്കി. പക്ഷേ സംഭവം വരുന്നില്ല, തീരെ എങ്ങനെയൊക്കെ പ്രസ് ചെയ്തിട്ടും വരുന്നില്ല. അപ്പോൾ ഒരുപാട് നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാനത് സാധിച്ചെടുത്തു ഗൈസ്. ഞാൻ എൻ്റെ പുട്ട് സോപ്പിനെ ഞാൻ കുത്തി പുറത്തെത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ പുട്ട് സോപ്പ്? പുട്ട് ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത് പോലെ പുട്ട് സോപ്പ്. ഓക്കെ, തരക്കേടില്ലാത്ത രീതിയിൽ എനിക്ക് നമ്മുടെ പുട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. പുട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് നോക്കിയപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? നമ്മൾ ആ ഒരു കുറ്റിയുടെ ഉൾഭാഗത്ത് മൊത്തത്തിൽ നന്നായിട്ട് ഓയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽ നന്നായിട്ട് തന്നെ നമ്മുടെ സോപ്പിൻ്റെ പുറമേ ഉണ്ട്, നല്ല രീതിക്കുണ്ട്. അതുകൊണ്ടാണത് പെട്ടെന്ന് അത്യാവശ്യം പ്രസ് ചെയ്തെങ്കിലും കൂടെ നല്ല രീതിക്ക് ഇളകി വന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ചില്ലി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ളൊരു പരീക്ഷണമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എനിക്കിതിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് വേറെ ഒന്നല്ല, കാൽക്കുലേഷനും കാര്യങ്ങളും ഒന്നല്ല, കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരും. കണ്ടോ, സെൻറ്റർ പോർഷനിൽ ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ പോർഷനിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇതായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കേ. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സോപ്പിനെ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ പുറമേ നല്ല രീതിക്ക് ഓയിലുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ബട്ടർ പേപ്പറിൻ്റെ അകത്ത് സോപ്പിനെ കവർ ചെയ്ത് ഒരു ഫുൾ ഷീറ്റ് ബട്ടർ പേപ്പർ ഉണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഞാൻ ആ സോപ്പിനെ കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം, അതായത് ഈ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിങ്ങനെ പൊതിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ സോപ്പിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസിയാണ്. ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പിറ്റേ ദിവസമായിട്ടോ ഞാൻ ആ ബട്ടർ പേപ്പറിൻ്റെ മേലെ വേറൊരു കവറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് തുറക്കാം, എന്താണ് അവസ്ഥ നോക്കാം. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ സോപ്പിൻ്റെ ഓയിലല്ല, ഞാൻ ആ മോൾഡല്ല, നമ്മുടെ പുട്ടുകുറ്റിയുടെ ഉള്ളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഓയിലാണ് ഈ സോപ്പിൻ്റെ പുറത്തേക്ക് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പിനെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്, കണ്ടോ, ഓയിലൊക്കെ പോയി. അപ്പോൾ നമുക്കതെല്ലാം വെക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ സോപ്പിനെ. ഫസ്റ്റ് ടൈം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നോർമലായിട്ടുള്ള നമ്മുടെ നൂലില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കുന്ന നൂല് വെച്ചിട്ടായിരുന്നു. അത് നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല എന്താ പറയുക, വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള സോപ്പായതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ജസ്റ്റ് നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം കുറച്ചുകൂടി ഹൈറ്റിൽ വെച്ചിട്ട് സോപ്പ് വെക്കുന്ന ആ ഒരു ഏരിയ കുറച്ച് ഹൈറ്റിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം കുറച്ച് അങ്ങോട്ട് തിന്നിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ക്രാക്ക് ഉണ്ടെന്ന്. അപ്പോൾ ആ ക്രാക്കിൻ്റെ അവിടേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആ ഒരു സോപ്പ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സോപ്പ് നമുക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ നൂല് വെച്ചിട്ട് മാറ്റി. പകരം ഞാൻ നമ്മുടെ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. നല്ല ഷേപ്പാക്കിയിട്ട് കത്തി വളയാതെ നല്ല സ്ട്രെയിറ്റായിട്ട് സോപ്പും കത്തിയും പിടിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് സോപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ സോപ്പും കട്ട് ചെയ്തെടുക്കട്ടെ. That's why I don't worry about the things that I don't see. Yeah. These days I don't worry about much. I think we should. അപ്പോൾ നമ്മുടെ സോപ്പ് മൊത്തം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള നമ്മുടെ കോഫി മിൽക്ക് സോപ്പ് ഇതാ അവിടെ ഞാൻ കട്ട് ചെയ്ത് നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കിത് ഒരു 30 മുതൽ 45 ദിവസം വരെ നമ്മളിത് ക്യൂറിങ്ങിന് വിടണം. തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമ്മളത് ഉണക്കിയെടുത്തിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള കാസ്റ്റിക് സോഡ സോപ്പായിട്ട് മാറി സെറ്റ് ആവുന്നത് വരെ അതിനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. ഓപ്പൺ ആയിട്ടാണ് നമ്മൾ വെക്കുക കേട്ടോ. അത് തിരിച്ചും മറിച്ചൊക്കെ എല്ലാ ഭാഗവും കാണുന്ന രീതിയിലൊക്കെ സെറ്റാക്കി വെക്കും. കണ്ടോ, നമ്മുടെ സോപ്പ് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ കോഫി പൗഡറിൻ്റെ കുറച്ച് ഗ്രാന്യൂൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങണം. ഇനി നമ്മുടെ മിൽക്ക് പൗഡറും ഒക്കെ ഉള്ള സോപ്പാണ്. ഇത് മാത്രമല്ലാതെ ഞാൻ ബാക്കി ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള കോഫി മിൽക്ക് ആ ഒരു സോപ്പിൻ്റെ ബാറ്ററി ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള മോൾഡില്ലേ അതിൽ ഞാൻ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് അതും കൂടി ഞാൻ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ ഈ മോൾഡാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിവശത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മോൾഡിൽ നിന്ന് സോപ്പ് വിട്ട് വരുന്നതാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഫി മിൽക്ക് നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യലി നമ്മുടെ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ മോൾഡിലുള്ള സോപ്പ് നമ്മൾ വേർതിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്
എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഒക്കെയാണ് കേട്ടോ കിട്ടുക. പിന്നെ ഈ കാണുന്നത് ഞാൻ ഈ സോപ്പിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഈ ഒരു സോപ്പ് മാത്രമല്ല കുറേ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പിൻ്റേത് മൊത്തം ഞാൻ ഇതേപോലെ സാമ്പിളിനായിട്ട് കുറച്ച് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ അത്. ഇത് ഞാൻ എൻ്റെ ട്രേയിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ ബട്ടർ പേപ്പറിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലാണ് വെക്കുക. ഇത് നമുക്കിനി ക്യൂറിങ്ങിന് വിടണം. ഒരു 45 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ ഇതിന് എന്താ പറയുക സെയിലിന് വേണ്ടിയിട്ട് ഇറക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Breathe slow, baby.